കേക്കാം. അയ്യോ അത് ഞാനല്ല, ആ ഡോക്ടർ ഞാനല്ല. അയ്യോ കത്രികയോ? അയ്യോ അതിനുള്ള മിടുക്കൊന്നും എനിക്കില്ല. ഞാൻ ഈ കുടി നിർത്തുന്ന ഒരു ഡോക്ടറാ, മദ്യപാനികളുടെ മദ്യപാനം നിർത്തുന്ന ഡോക്ടറാ. അതുമല്ല ഇപ്പൊ ഈ 4 കത്രിക വയറ്റിനുള്ളിൽ കിടന്ന് എന്നാ സംഭവിക്കാനാ? ഒന്നും സംഭവിക്കത്തില്ല. 10-20 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും സുഖമായിട്ട് ജീവിക്കും. അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക കേട്ടാ. കുടി വല്ലവരും ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ ഞാൻ നിർത്തിത്തരാം. അവല് കഴിക്ക്. അവലല്ല അത്. അത് പൊടിച്ചെടുക്കുന്ന ഇത് അവല് ഗുളിക കഴിക്കും കേട്ടാ. കഴിക്ക്. ഇല്ലില്ല ഞാൻ കുടിച്ചിട്ടില്ല. എന്നെ സംസാരം ഇങ്ങനെ ഞാൻ കുടിച്ചില്ല. അതെ ശരി. ഓക്കെ ആയിക്കോട്ടെ. ഡോക്ടർ ഞാൻ മോളി. ഞാനും മോളി. അതല്ല ഞാൻ മോളി കയറ്റി ഞാൻ താഴെ ഇറക്കി. ഞാനിത് ഇനിഷ്യലാ പറഞ്ഞത്. മോളി കയറ്റി. ഓ മോളി കയറ്റി ഇനിഷ്യൽ. ഇരിക്കൂ. എന്നാ പറ്റിയ പറയൂ. ഡോക്ടർ കുടിയൊന്ന് നിർത്തി തരണം. നിങ്ങളൊരു ചെറുപ്പക്കാരിയല്ലേ? ഈ ലോകം എങ്ങോട്ടാണ് ഈ പോണത്? ഇത്രയും ചെറുപ്പത്തിലൊരു പെൺകുട്ടി സ്ഥിരമായി മദ്യപിക്കുക, ആ മദ്യപാനം നിർത്താൻ വേണ്ടി എന്നെ പോലൊരു ഡീസന്റായ ഡോക്ടർക്ക് വരാം. ഡോക്ടർ എന്റെ കുടി നിർത്തുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എന്റെ ഭർത്താവിന്റെ കുടി നിർത്തുന്ന കാര്യമാ. ഓ ഭർത്താവിന്റെ കുടി നിർത്തുന്ന കാര്യം. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. സിറ്റ് ഡൗൺ. പറയൂ. ശരിക്കും പറഞ്ഞാല് 90s ആയിരുന്നു നമ്മുടെ കല്യാണം നടന്നത്. 90s. അപ്പൊ നമ്മളെ കല്യാണം കഴിഞ്ഞ് വളരെ സന്തോഷമായിട്ട് നമ്മൾ ജീവിക്കരുത് കേട്ടോ. സന്തോഷമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനും ഭർത്താവ് എപ്പോഴും തമാശയൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് ചിരി അങ്ങനെ കളിച്ചിട്ട് അല്ല മൊട്ട ഇഷ്ടാന്ന് നോക്കിയതാ. എക്സ്ക്യൂസ് മീ, നിങ്ങൾ മിമിക്രി ആർട്ടിസ്റ്റ് ആണോ? അയ്യോ ആ കഥയൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ലേ. അതൊക്കെ വലിയ വലിയ ഈ കൊച്ചിൻ രസികയിലും കലാഭവനൊക്കെ ഞാൻ രാജേഷ് തിരുവമ്പാടി പോലുള്ളവർക്ക് പറ്റില്ല പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ലേ. അത് കൊള്ളാം. ഇതിന്റെ ആവശ്യം ഇപ്പൊ ഇവിടെ ഇല്ലായിരുന്നു. ഡോക്ടർ കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കും എന്റെ ഭർത്താവിന്റെ ചീത്ത കൂട്ടുകെട്ടിൽ പെട്ട് എന്റെ ഭർത്താവ് കുടി തുടങ്ങി. ഞാൻ വിചാരിച്ചു ഞാൻ എഴുതുന്ന മാത്രമേ ആൾക്കാർക്ക് മനസ്സിലാകത്തുള്ളൂ. പറയുന്നതും മനസ്സിലാകുന്നില്ലല്ലോ. എന്താ ചെയ്യുന്നത്? പോട്ടെ. ഭർത്താവ് കുടിക്കും എന്നല്ലേ പറഞ്ഞു വരുന്നത്? ഭയങ്കര കുടിയാ ഡോക്ടർ. ഭർത്താവ് എങ്ങനെയാ കുടിക്കുന്നത്? ഏത് സാഹചര്യത്തിലാ കുടിക്കുന്നത്? അയ്യോ എന്റെ ഭർത്താവ് എന്ന് പറയുന്നതേ അങ്ങനെ ഈ മാട്ട സാധനങ്ങളൊന്നും അടിക്കത്തില്ല. എന്റെ ഭർത്താവ് വളരെ മുന്തിയ മദ്യമുള്ള ഈ സ്കോച്ച് വിസ്കി പോലത്തെ കൂടിയ മദ്യങ്ങളാ കഴിക്കുന്നത്. കൂടിയ മദ്യം ഈ നല്ല നമ്മളെ റൗണ്ട് ഗ്ലാസ് ഇല്ലേ, ആ സ്ഫടിക ഗ്ലാസ്സിനകത്ത് കുറച്ചൊഴിച്ച് അതിന് പുറത്ത് കുറച്ച് വെള്ളം ഒഴിക്കുമ്പോഴേക്കും നമ്മളെ നല്ല ഇളം തേനില്ലേ അതുപോലെ ഇരിക്കും അത് കാണാൻ. അത് കഴിഞ്ഞ് ഇച്ചിരി കപ്പ, ആ കപ്പയ്ക്കകത്ത് ഇത്തിരി നമ്മുടെ ഈ മുളകിട്ട് വാട്ടിയ ചാളക്കറിയില്ലേ, ആ ചാളക്കറി ഒഴിച്ച് അതിൻ്റെ അപ്പുറത്ത് കുറച്ച് നെല്ലിക്ക വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്നടിക്കും, ഇതെടുക്കും, ഇങ്ങനെ തൊട്ട് നക്കും. അത് കഴിഞ്ഞ് നെല്ലിക്ക ഇങ്ങനെ കൊതിപ്പിച്ച പിന്നെ ആരാ അടിക്കാണ്ടിരിക്കണേ? നിങ്ങൾ ഒറ്റനാളാണ് കുടിയിലാക്കി. ആരും കുടിയനായി പോകും. ഇപ്പൊ എനിക്കും തോന്നില്ല. അയാളെ കുടിയൊന്നും നിർത്തി അത്രയല്ലേ ഉള്ളൂ. ഭർത്താവിന് വരാൻ പറയും. എന്റെ പൊന്നു ഡോക്ടറെ, ഭർത്താവ് എന്റെ കൂടെ വന്നതാ. ഇതിനിടയ്ക്ക് ഇതിന്റെ ഫ്രണ്ടിലെത്തിയതും എന്റെ കണ്ണ് വെട്ടി ചെങ്ങോട്ട് പോയിരിക്കുക. എനിക്കൊന്നും പിടിക്കുന്നില്ല. ഭർത്താവിന് വിളിക്കൂ. അന്തേവാസി വാനിരുങ്കാലം നാട്ടിലെല്ലാം പായണ കുതിര. അന്തേവാസി വാനിരുങ്കാലം നാട്ടിലെല്ലാം പായണ കുതിര.
കടയിലൊക്കെ കിട്ടണ സാധനം ചായ. ചായ വിൽക്കണ പെണ്ണിന്റെ പേരോ മായ. കടയിലൊക്കെ കിട്ടണ സാധനം ചായ. ചായ വിൽക്കണ പെണ്ണിന്റെ പേരോ മായ. മായ വിൽക്കണ ചായ വേണമാ. അതോ മായ വിൽക്കണ ചായ വേണമാ. കടയിലൊക്കെ കിട്ടണ സാധനം ചീര. ചീര വിൽക്കണ പെണ്ണിന്റെ പേരോ മീര. മീര വിൽക്കണ ചീര വേണമാ. അതോ മീര വിൽക്കണ ചീര വേണമാ. യോ ഇതാരാണ് ഈ ലവ് ബേർഡ്സിന്റെ കൂട് പറഞ്ഞു വിട്ടത്? നമസ്കാരം. നമസ്കാരം. ഞാനേ ഈ പെണ്ണുമുള്ള എങ്ങാണ്ട് പോകാൻ പറഞ്ഞ് പിടിച്ചോണ്ട് വന്നത് കേട്ടോ. ആ ശരി. നമസ്കാരം. നമസ്കാരം. ഇതെപ്പ അഴിച്ചു വിട്ട് പകുതി ചങ്ങനെ. നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. പുള്ളി അങ്ങനത്തെ ആളല്ല കേട്ടോ. അമ്മ കൂട്ടാനേ അടിക്കുന്നോ? അടിക്കുന്നോ? നിർബന്ധിച്ചിരിക്കുന്നു. എത്ര എണ്ണം വരെ പോ? ഇവിടെ ഒരു 5, 6. ഓക്കെ. ഒന്ന് കൂടിയാലോ? കുഴപ്പമില്ല. നമ്മുടെ പിള്ളേരിക്കുമല്ലേ. പിള്ളേരല്ലേ വിജയമില്ലെന്ന്. അത് കുഴപ്പമില്ല. ഒന്ന് കൂടിയാലോ? കുഴപ്പമില്ല. എന്നാ ഒന്ന് റെഡി ആയിക്കാന്ന്. ഒന്ന് റെഡി ആയിക്കാന്ന്. അതെ 6 എണ്ണം. അതെ 6 എണ്ണം വന്നേ. ആണല്ലേ? ഒന്ന് ഞാൻ അടിച്ചു. അടി ഇതല്ലേ ആ ഒരെണ്ണം അടി. 2, 4 കയ്യടിക്കണ കാര്യം. 6 എണ്ണം അടിക്കാമല്ലോ. 6 എണ്ണത്തിൽ കൂടുതൽ അടിച്ചാൽ നീ പിടിച്ചാവും. എനിക്ക് അറിയാൻ ചുമ്മാ ജോക്കാണ്. വലിക്കുന്നോ? വലിക്കുന്നോ? അത് വേണ്ട. നേരത്തെ പറഞ്ഞു വിട്ടാ കളിയാക്കാനല്ലേ. എന്നാലും വേണ്ടെന്ന് പറഞ്ഞ കാര്യമാണ് കേട്ടോ. കാരണം വലിക്കാൻ എന്റെ ഒറ്റ റബ്ബറേ ഉള്ളൂ. എനിക്ക് തന്നെ വലിക്കാൻ തയ്യാറ. ഞാൻ വരാം. അവളെ എന്നെ അവിടെ എനിക്ക് ആരാണ് ഈ ലവ് ബേർഡ്സിന്റെ കൂട് ആണ്ടതായിരിക്കുന്ന വേറെ ലവ് ബേർഡ്സ്. ദേവാസിവാനിരുങ്കാലം. അപ്പൊ ഇന്നും കുടിച്ചോണ്ട വന്നല്ലേ? എടാ എവിടെ വർത്താനം കേട്ടാ ഞാൻ ഇന്നലത്തെ കുടിക്കാതാണ്. ഞാൻ എന്നും കുടിക്കാന്ന് എവിടെ പറഞ്ഞതാണ്. Oh yeah, come on baby, oh yeah. എന്റെ ഡോക്ടറെ, ഇയാൾ എന്ന് കുടിച്ചിട്ട് വന്ന് എന്റെ മുറ്റത്ത് നിന്നാലും ഞാൻ അടുക്കള നിൽക്കുമ്പം അവിടത്തും ഈ നാറ്റം അറിയാവോ? എടാ ഞാൻ 2 എണ്ണം അടിച്ചോണ്ട് മുറ്റത്ത് വന്ന് നിൽക്കുമ്പോ അടുക്കളയ്ക്ക് അവക്ക് കിട്ടുമെന്ന് ഗന്ധം. അങ്ങനെ ഗന്ധം കിട്ടാൻ ഞാൻ തോടെ പൂത്തുറഞ്ഞ് നിൽക്കുന്ന നിശാഗന്ധി ഒരു നിശാഗന്ധി എനിക്കൊരു മതി. എടാ എന്ത് ഇപ്പോഴും എന്റെ പൊന്നാളി. അയ്യോ അറിയാന്ന് എന്റെ ഞാൻ ഇപ്പോഴും ഞാൻ പണിയും കഴിഞ്ഞ് വന്ന് കുളിച്ചൊരു കുറിയും തൊട്ട് ഞാൻ ആ തൃക്കണ്ടപ്പുഴ ജംഗ്ഷനിൽ മാറി നിന്ന ഏത് പെങ്കൊച്ചും എന്നെ ഇമ വെട്ടാവുന്ന നോക്കും. എന്തോ ഈ നെറ്റിലി പാട്? അത് നമ്മളപ്പുറത്തെ സുമ വെട്ടിയത്. അവളെ ഇമ വെട്ടാതെ നോക്കിയെന്നും. ഞാൻ ചോദിക്കാം, ഈ കുടി ശരിയാണോ? സാറിന്റെ അഭിപ്രായം എന്താ? തെറ്റാണ്. ഓക്കെ എന്നാ അങ്ങനെ പിടിക്കാം. ശരി ഞാൻ തെറ്റിലോട്ട് പോട്ടെ. തനിക്കെന്താണോ? ഞാൻ പറയുന്നു കേൾക്കൂ. ഒരു കൂടിയ മദ്യം ഒരു ഗ്ലാസ്സിൽ ഞാൻ ഒഴിച്ചു വെച്ചിരിക്കുന്നു. ഓക്കെ. ഒരു ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു വെച്ചേക്കുന്നു. ഓക്കെ. ഒരു കഴുത വന്നാൽ ഇതിൽ പച്ചവെള്ളം കുടിക്കുമോ അതോ സ്മോൾ കുടിക്കുമോ? പച്ചവെള്ളം. അതുകൊണ്ടാണ് പുല്ല അതിനെ കഴുതാന്ന് വിളിക്കുന്നത്. ഞാനാണ് ആ പച്ചവെള്ളം എടുത്ത് ആ മദ്യത്തിൽ ഒഴിക്കുക എന്നിട്ട് ഡോക്ടർക്ക് ഒരു കാര്യം അറിയോ? ഇങ്ങനെ എന്ന് എന്റെ കുടുംബത്തിൽ കാല് കുത്തിയോ അന്ന് തൊട്ട് എന്റെ കുടുംബത്തിൽ ദാരിദ്ര്യം തുടങ്ങിയത് അറിയാമോ? ഞാൻ എന്തോ എടുത്താലും നിന്റെ കുടുംബത്തിൽ ഡോക്ടറെ ഡെയിലി 2 മുട്ടയിടുന്ന ഒരു കോഴി എനിക്കുണ്ടായിരുന്നു. ഇങ്ങനെ എന്ന് കുടുംബത്തിൽ കാലെടുത്ത് കുത്തിയോ അന്ന് തൊട്ട് കോഴി മുട്ടയിടുന്ന അങ്ങ് നിർത്തി. എന്റെ പൊന്നെ എവിടെ വർത്താനം കേട്ടാത്തൊന്നും ഞാൻ കാലെടുത്ത് വെച്ച എവിടെ കോഴിയുടെ ബാക്കിലെന്ന്. അല്ല അങ്ങനെ ഞാനല്ല ഇവള് കോഴിയുടെ കേസ് പറഞ്ഞു. ഞാൻ നല്ല 1-ാം തരം ഒരു കോഴിയെ ഞാൻ പൂവൻ കോഴിയെ ഇവിടെ കൊണ്ട് കൊടുത്തേ ഞാൻ വീട്ടിൽ. എന്നിട്ട് ഇവള് എവിടെ വീട്ടിൽ നിന്ന് ആരാണ്ട് വന്നെന്നും പറഞ്ഞ് എന്റെ കണ്ണു വെട്ടിച്ച് അതിനെ കറി വെച്ച് നാടൻ കോഴിക്കറി എന്ന് പറഞ്ഞ് കൊടുക്കാൻ പോണിയാ. ഒന്നേനെ ഞാൻ എന്റെ ഡോക്ടറെ ആ കോഴി എന്ന് പറഞ്ഞ ആ വീട്ടിൽ വന്നത് തൊട്ട് തുടങ്ങിയ കൂവല. രാത്രി കൂല്, പകല് കൂല്, വെളുപ്പം കാലത്ത് കൂല്. ഇതിന്റെ കൂല് എനിക്ക് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് കൊന്നതാ. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. സഹിക്കാൻ വേണമെങ്കിൽ ആരാണെങ്കിലും കൊന്നുകളെ.
എന്റെ രാജശേഖരനെയോ? രാജശേഖരൻ എന്ന് പറഞ്ഞാൽ എന്റെ പൂവൻ കോഴി. കോഴിക്ക് പേരുണ്ട്. അവന്റെ പേരാ രാജശേഖരൻ. അവൻ അങ്ങനെ കൂവത്തില്ലായിരുന്നെന്ന്, വലിയ സമാധാനമായിട്ട് കൂവുന്ന ചെറുക്കനായിരുന്നു അവൻ. ഒരു ദിവസം ഞങ്ങൾ അപ്പുറത്ത് അമ്പലത്തിൽ ഉത്സവം നടക്കുന്നു. അപ്പൊ ഞാനും എന്റെ രാജശേഖരനും കൂടെ നേരെ പരിപാടി കാണാൻ ചെന്നിരുന്നു. ആരുടെ പരിപാടി? എന്നപ്പോ ആരുടെയാ? ബിജുക്കുട്ടൻ എന്റെ മെഗാ ഷോ നടക്കുന്നു. കോമഡി ഷോ. എടാ എനിക്ക് തൊണ്ട വയ്യാത്തോണ്ട് ഞാൻ അനങ്ങിയില്ല. കോമഡി ഷോ തുടങ്ങിയത് രാജശേഖരൻ അപ്പൊ തുടങ്ങിയ കൂവലി ഈ നിമിഷം നിർത്തി വെച്ചില്ല. അങ്ങനെ തുടങ്ങിയ ഞാനല്ല ഇങ്ങനെ കുടിക്കരുത്. കരൾ നശിച്ചു പോകും. കരളിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കിഡ്നിയിലൊക്കെ ബാധിക്കുന്നതാണ്. ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. യോ വേണ്ട വേണ്ട. എന്നിട്ട് വേണം ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും പുല്ലെന്റെ വയറ്റിനകത്ത് വെച്ച് തയ്ക്കാൻ. വേണ്ട വേണ്ട. ആവശ്യമുള്ള ഒരു നിങ്ങൾ കാര്യം അങ്ങനെ ചെയ്യുവാണെങ്കിൽ അകത്ത് വെച്ച് തയ്ക്കണമെങ്കിൽ 1 ലിറ്റർ സാധനവും അതിന് വേണ്ട ടച്ചിങ്സും വെള്ളം കൂടെ കയറ്റി പോയി. ഞാൻ വെറുതെ ഈ ബിവറായി പോയി ക്യൂ നിൽക്കണ്ടല്ലോ എന്നാലും എന്ത് പറയാം. ഇന്നുകൊണ്ട് കുടി നിർത്തിക്കോണം. ഡോക്ടർ പറയുന്ന കേട്ടോണം. കുടി നിർത്തുക. ഞാനോ? ഒരു കുടുംബത്തിന്റെ നാശം എന്ന് പറയുന്ന കുടിയിലാണ്. കുടിയാണോ? മദ്യപിക്കാൻ തോന്നുമ്പോൾ കുറച്ച് വെള്ളം, പച്ച വെള്ളം കൊണ്ട് കുടിക്കുക. അതെ. നിങ്ങൾ നശിച്ചു പോകും. നിങ്ങൾ നശിക്കുന്ന ആരും അറിയുന്നില്ല. എത്ര സുന്ദരമായ ജീവിതമാണെങ്കിൽ നശിപ്പിച്ചു കളയുന്നത്. പിന്നെ കയ്യിലെ കാശും പോക്കല്ലേ. അങ്ങനുണ്ടോ? പിന്നെ ഏതൊരു സിനിമയ്ക്ക് ജയസൂര്യ ഇങ്ങനെയൊക്കെ ചെയ്ത് മദ്യപാനം നിർത്തി വലിയ പണക്കാരനായി. നിങ്ങൾക്ക് നല്ലൊരു ഭാവിയുണ്ട്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് മദ്യക്കുപ്പിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനാണെങ്കിൽ ഇന്ന് മുതൽ ഞാൻ മദ്യപാനം നിർത്തുന്നു. ആണോ? ഈ നിമിഷം മുതൽ മദ്യപാനം നിർത്തും. അത് നമുക്ക് സത്യം ചെയ്ത് തരണം. എന്റെ അമ്മയാണ് സത്യം. എന്റെ ഭഗവാൻ ഞാൻ ഈ നിമിഷം മുതൽ മദ്യപാനം നിർത്തും. സംശയമുണ്ട്. മാറി മാറി ഞാൻ കാണിച്ചു തരാം. മദ്യപാനിയുടെ കുപ്പായം താണ്ട കിടക്കുന്നു. ഇതെന്തോന്ന്? പുതിയൊരു മനുഷ്യന്റെ കുപ്പായം. മദ്യപാനമില്ല. ഇല്ലില്ല. ഒന്ന് മരുന്നും കൂടെ എഴുതി തരാം. അതുകൂടെ ഡെയിലി കണ്ടിന്യൂ ചെയ്തോളൂ. അപ്പൊ സാറേ എന്റെ കണ്ണു ഉറപ്പിച്ചു സാറേ. വലിയ ഉപകാരമുണ്ട്. ഞാൻ എനിക്ക് ശല്യമാ കൂട്ടുകെട്ട്. നേരത്തെ കണ്ട അവിടെ ചോദിച്ചപ്പോ അടിക്കുന്നില്ലെന്ന് പറഞ്ഞിരുന്നല്ല. ആലോചിച്ചേ ഇങ്ങനത്തെ കൂട്ടുകാരെ വഷളാക്കുന്നത്. അതെ മോളെ നീ വലിയ സന്ധ്യതാട്ടെ. എനിക്ക് സാറേ സന്തോഷമുണ്ട് സാറേ. എനിക്ക് കേട്ടോ വലിയ സന്തോഷം. എന്നെ മദ്യപാനം സാറ് നിർത്തിച്ചെങ്കിൽ ഇന്നത്തെ കൂടെ നിർത്തുക. ഇനി കഴിക്കരുത്. ഇത് ഇറങ്ങുന്നവരേ ഉള്ളൂ. എത്രയോ പേരാണ് മദ്യം കഴിച്ച് അത്രേ ഉള്ളൂ. ഡോക്ടറെ ഒരുപാട് നന്ദിയുണ്ട്. സന്തോഷം. ആ കുടുംബശ്രീയുടെ ലോൺ കിട്ടിയില്ലേ നിനക്ക്? അതിന് മിച്ചമുണ്ടോ? ഒരു 500 രൂപ താടി. ഒരു 500 രൂപ താടി. ഒരു അത്യാവശ്യ കേസുണ്ടെന്ന്. അത്യാവശ്യ കേസോ? എന്റെ ഡോക്ടറെ ഇയാൾ കുടുംബത്തിന് വേറെന്തോ ദുശീലം തുടങ്ങാനുള്ള പരിപാടി. ഇല്ലെന്ന് ദുശീലത്തിനല്ലെന്ന്. ഒരു 500 രൂപ തരുന്നതെന്ന് തോന്നി. 500 രൂപ തരത്തില്ലേ? തരത്തില്ല. എന്നാ ഞാനൊരു സത്യം പറയട്ടെ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ മറ്റൊരു അനാമത്ത് ചെലവിന് വേണ്ടിയിട്ടല്ല ഞാൻ 500 രൂപ ചോദിച്ചത്. പിന്നെ എന്തിനാണ് പറയൂ? ഒരു ചാരിറ്റിക്ക് വേണ്ടിയിട്ടാ. നമ്മൾ എത്രയോ പൈസ വെറുതെ കളയുന്നു. എത്രയോ പൈസ വെറുതെ കളയും. ഐ ആം വെരി സോറി. ഈ ചേരാത്ത കോട്ട് മേടിക്കാൻ താൻ എത്ര പൈസ വെറുതെ? ഈ കണ്ണാടി മേടിക്കാൻ എത്ര പൈസ കളയും? ഒരു ചാരിറ്റിക്ക് ഒരു 500 രൂപ വെച്ചാൽ ഒരുത്തനും തരത്തില്ല. അണ്ണ ക്ഷമിക്കണം. അല്ലല്ല നമ്മൾ 500 രൂപ ഒരു ചാരിറ്റിക്ക് ഞാൻ തരാം. ഒരു ചാരിറ്റിക്ക് ചോദിച്ചാൽ ഒരുത്തനും തരാത്ത. പിന്നെ അറിയാ എന്തോ ഞാനിങ്ങനെ ആർക്കും പൈസ കൊടുക്കാത്ത. അതങ്ങനെയാന്ന് പറയാം. പക്ഷെ ഇവിടെ വെച്ച് തന്നെ കൂടി നിർത്താന്ന് പ്രതിജ്ഞ എടുത്തു. അതാണ് ഞാൻ പറഞ്ഞു. ഒരു ചാരിറ്റി ഓപ്പൺ ചെയ്യാൻ. അത്രേ ഉള്ളൂ. അപ്പൊ തരാതിരിക്കുന്ന മോശം. മോശമാണ് സാറ്. സത്യം നമ്മൾ എത്ര പൈസ വെറുതെ ചുമ്മാ പടക്കം പൊടിച്ചാൽ ഒരു ചാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരുത്തനും ഒരു 5 രൂപ കൊടുക്കാനില്ലാത്ത അവസ്ഥ കേട്ടോ. സാറേ ഞാൻ പോട്ടെ സാറേ. അപ്പൊ എന്തായാലും ചാരിറ്റി എന്ന് പറഞ്ഞല്ലോ. എന്തോന്നാ ഈ ചാരിറ്റി എന്നൂടെ പറഞ്ഞിട്ട് പോ. ഇന്നലെ ബിവറയിൽ ഇറങ്ങിയ പുതിയ സാധനം ചാരിറ്റി.